നൽകണേയല്ല. വിലക്ക് വെക്കാനുള്ള ഭാഗ്യം നൽകണേയല്ല. അല്ലാഹുവേ ഹബീബായ മുത്തുനബിയുടെ കൂടെ നാളെ സ്വർഗ്ഗ പങ്കിടാനുള്ള ഭാഗ്യം നൽകണേയല്ല. ഒരുപാട് പേര് വിനീതന്റെ കൂടെ ഉംറക്ക് വന്നിട്ടുണ്ട്, എന്റെ കൂടെ ഉംറ ചെയ്തവരുണ്ട്, എന്റെ കൂടെ സഅയ് ചെയ്തവരുണ്ട്, എന്റെ കൂടെ തവാഫ് ചെയ്തവരുണ്ട്, അല്ലാഹ് എന്റെ കൂടെ ഇഹ്റാം കിട്ടിയവരുണ്ട്. അല്ലാഹുവേ നിങ്ങളെ കൂടെ ഉംറക്ക് വന്നവർ ഉംറ നീ സ്വീകരിക്കണേയല്ല. എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഔദാര്യം കൊണ്ട് തുറക്കണേയില്ല. പേര് വരാവിന് കാത്തു നിൽക്കുന്നുണ്ട്, അവർക്ക് ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകണേയില്ല, ഭാഗത്ത് നൽകണേയില്ല, ബറക്കത്ത് നൽകണേയില്ല, സലാമത്താക്കണല്ല. നിങ്ങളുടെ മക്കളെ പഠിപ്പില് ബറക്കത്ത് നൽകണേയില്ല, മക്കളെ പരീക്ഷയിൽ വിജയം നൽകണേയില്ല. ഒരുപാട് മുറാദ് വെച്ചിട്ടാണ് ഈ മജ്‌ലിസിൽ വന്നിട്ടുള്ളത്. എല്ലാവരും മുറാദും യാസിലാക്കി കൊടുക്കണമല്ല, എല്ലാവരും മുറാദും യാസിലാക്കി കൊടുക്കണമല്ല. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണമല്ല. മക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല. അവരെ കൈവിടെയുള്ളവർക്ക് ഒരുപാട് പ്രത്യേക മക്കൾക്ക് വേണ്ടി കവർ വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് പേര് പൈസ തരുന്നുണ്ട്, സ്ഥലം വാങ്ങാൻ തരുന്നുണ്ട്. അതൊന്നും വെറുതെ ആക്കില്ലവർക്ക് ധാരാളം സമ്പത്ത് നൽകുകയില്ല. ഒരുപാട് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, വിധവകളുണ്ട്. കല്യാണം ശരിയാവാത്തവര് അവർക്ക് ശരിയായ തുണകൾ നൽകണമില്ല. നിങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ നൽകണമില്ല, നിങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ നൽകണമില്ല. ഒരുപാട് പേര് ഞങ്ങൾക്ക് പത്തിരിക്ക് സഹായിച്ചവരുണ്ട്, അതിന് വാങ്ങാൻ സഹായിച്ചവരുണ്ട്. അതൊന്നും നീ ഹൃദയാക്കിയുള്ളവർക്ക് ഇന്നത്തെ ദിവസം ഇന്ന് ഞങ്ങൾ ഓതിയത്, ഇന്ന് ഞങ്ങളെ വന്നതൊക്കെ അവിടുത്തെ ഹൈറിന്റെ കിതാബ് എഴുതി വെക്കണേ അല്ല. മദ്രസയിൽ പങ്കെടുത്തവരുടെ പേര് അവിടുത്തെ കിതാബിൽ എഴുതി വെക്കണേയല്ല. ഇതിന്റെ കാരണം കൊണ്ട് എല്ലാവർക്കും നീ സ്വർഗ്ഗം നൽകണേയല്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, ശിഫ നൽകണേയല്ല, ശിഫ നൽകണേയല്ല. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, രോഗങ്ങളെ ശിഫയാക്കണേയല്ല. കിടന്നിട്ട് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാളെടുക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല, മറ്റൊരാളെടുക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. തമ്പുരാനെ ഞാനെയും ചുറ്റം വേണ്ട കൽബ് തരല്ല റബ്ബേ, ഞാനെയും വേദനിപ്പിക്കേണ്ട കൽബ് തരല്ല റബ്ബേ. കൂട്ടത്തിൽ ആർക്കെങ്കിലും മാരകമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ച തേരിന്റെ ഭക്ഷണം കൊണ്ട് തേരിന്റെ ഭക്ഷത്തുകൊണ്ട് എല്ലാ മാരകമായ വൈറസുകളിൽ കഴിച്ചു കളയണയില്ല. ഈ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ച തേര് ഞങ്ങളെ വീട്ടിൽ പോയി ഞങ്ങളെ മക്കളെ കഴിക്കുമ്പോ മാരകമായ വൈറസുകൾ ഉണ്ടായി കഴിച്ചു കളയണയില്ല. കൂടാതെ നാട്ടിലെത്താനുള്ള ഭാഗ്യം നൽകണയില്ല. മാറ്റിക്കൊണ്ട് സന്തോഷം നൽകണയില്ല. എല്ലാ മാസവും മജ്‌ലിസിന് വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയില്ല. ഞങ്ങളെ ജോലി സ്വീകരിക്കണയില്ല. അറിഞ്ഞിട്ടും അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ഈ പൊറുക്കണയില്ല. ദോഷങ്ങൾ പൊറുക്കണയില്ല, ദോഷങ്ങൾ പൊറുക്കണല്ല. ഞങ്ങൾക്ക് തരുന്നവരുടെ എളുപ്പമാക്കണയില്ല, സ്വീകരിക്കണയില്ല. അല്ലാഹുവേ മജ്‌ലിസിനെ ഖിയാമത്ത് നാൾ വരെ നിർത്തണയില്ല. ഈ മജ്‌ലിസിനെ സ്നേഹിച്ചവരെ സ്നേഹിക്കണയില്ല. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله 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 ونعم الوكيل ونعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. توسلنا ببسم الله وبالهادي رسول الله
وكل مجاهد لله وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله കുറ്റങ്ങളെല്ലാം നീങ്ങുക സ്വർഗത്തിലൊന്നായി ചേരുക ബദിരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറകത്തുന കാത്തുന യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മറ്റുള്ള ദീനമടങ്ങലും ബദിരീങ്ങളെ ബറകത്തുന ശിഫയാക്കന യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൂട്ടിടും ഇബ്ലീസ് കൂതിന് കാട്ടിടും നേരം ലവീനവരാട്ടുക ബദിരീങ്ങള തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്ഹാബുൽ ബദരീങ്ങളെ കാവൽ അല്ലാഹു നൽകട്ടെ അസ്ഹാബുൽ ബദരീങ്ങളെ കാവൽ അല്ലാഹു നൽകട്ടെ അടുത്ത മജ്ലിസ് ജൂൺ 29-നാണ് കോടിച്ചെറിയുന്ന മയത്ത് മജ്ലിസ് നടത്താൻ പറ്റും ഇപ്പൊ മനസ്സിലായി അതുകൊണ്ട് അടുത്ത മജ്ലിസ് ഇൻഷാ അല്ലാഹ് ജൂൺ 29-നാണ് മക്കള് അവരുടെ കൂടെ പോയിട്ട് സംസമിന്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സഫാ മർവക്കിടയിൽ ബീവി ഹാജറ അല്ലാഹു ബർക്കത്ത് ഞാൻ വരാം അങ്ങോട്ട് വരാം കരഞ്ഞാണ്ട് വരും സ്ഥലം വാങ്ങാൻ സ്ഥലം വാങ്ങാൻ ഞാൻ അവിടേക്ക് ഇറങ്ങി പിന്നെ എത്തിയ മക്കള് പറയല്ലേ ഫോട്ടോ എടുക്കണ്ട ആ മക്കളെ ഫോട്ടോ ആരും എടുക്കണ്ട